ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം ഭഗവാന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഭഗവാന്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുവാൻ കിട്ടുന്ന ഭാഗ്യം, ആ ഭാഗ്യം എല്ലാവർക്കും ഒന്നും ലഭിക്കുകയില്ല. നമുക്ക് എല്ലാവർക്കും ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങനെയുള്ള ഭാഗ്യം നമ്മൾ ഒഴിവാക്കരുത്. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, ക്ഷമയോട് കൂടിയിരുന്ന് അതിനുശേഷം, അതായത് മകളുടെ വിവാഹത്തിന് ശേഷം കൃഷ്ണന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി. ആ മഹാബലിക്ക് 100 പുത്രന്മാരുണ്ടായിരുന്നു. ആ 100 പുത്രന്മാരിൽ ഏറ്റവും മുമ്പനും വമ്പനുമായിരുന്നു ആര്? ബാണൻ. വരബലത്താല് ഈ ബാണന് ബ്രഹ്മദേവനിൽ നിന്നും ദീർഘായുസ്സും അതുപോലെ തന്നെ ദീർഘകാല സൗഭാഗ്യവും ലഭിച്ചിരുന്നു. കൃതയുഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ജനിച്ച അവൻ ത്രേതായുഗവും ജീവിച്ചിട്ട് പിന്നീട് ദ്വാപരയുഗത്തിലും അങ്ങനെ ജീവിക്കുകയാണ്. ആര്? ഈ ബാണൻ. ബാണൻ ആരാണ്? മഹാബലിയുടെ പുത്രനാണ്. ശോണിതപുരം എന്ന ഒരു മഹാനഗരം ഈ അസുരൻ സൃഷ്ടിക്കുകയും അവിടെ രാജാവായി ജീവിക്കുകയും ചെയ്യുകയാണ് ബാണാസുരൻ. ബാണാസുരൻ ശിവഭക്തനായിരുന്നു. ഇവൻ കൈലാസത്ത് പോയിട്ട് ശിവപൂജ നടത്തുകയും അദ്ദേഹത്തിൻ്റെ നടരാജ നൃത്തം മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ താളത്തിന് അനുസരിച്ചിട്ട് മുരശുവാദ്യം മുഴക്കി തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. ഭക്തവത്സലനായ ശിവൻ അത് കണ്ട് സന്തോഷിക്കുകയും ഈ ബാണന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അവന് 1000 കൈകൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനു പുറമെ മറ്റൊരു വരം കൂടി അവൻ ചോദിക്കുന്നു. അതായത് ശിവൻ പാർവതീ സമേതം പരിവാരങ്ങളോടുകൂടി അവന്റെ കോട്ടവാതുക്കൽ നിത്യവും കാവൽ നിൽക്കണം. അല്ലേ? താണഹങ്കാരം. അതായത് ശിവൻ പാർവതീ സമേതം പരിവാരങ്ങളോടുകൂടി അവന്റെ കോട്ടവാതുക്കൽ എല്ലാ ദിവസവും കാവൽ നിൽക്കണമെന്ന വരം അവൻ ചോദിക്കുന്നു. ഭക്തനാണ് ചോദിച്ചത്. ശിവന് കൊടുക്കാതെ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ആ വരവും ശിവൻ അവന് നൽകുന്നു. അങ്ങനെ മഹാദേവൻ മുരുകനോടും പാർവതീദേവിയോടും ഗണേശനോടും അതുപോലെ തന്നെ മറ്റു ഭൂതഗണങ്ങളോടും എല്ലാവരോടും കൂടി അങ്ങനെ അംബികാസമേതം ഈ അസുരന്റെ കോട്ടവാതുക്കൽ കാവൽ നിൽക്കുകയാണ്. അതോടുകൂടി ഈ ബാണാസുരൻ ഒരു വലിയ ദുഷ്ടനായി തീർന്നു. അവൻ അഹങ്കാരം വർദ്ധിച്ചു. ഒരു ദിവസം അവൻ ശിവനോട് പറയുകയാണ്, അവിടുന്ന് അനുഗ്രഹിച്ചു നൽകിയ ഈ 1000 കൈകൾ ഇന്നെനിക്ക് ഒരു ഭാരമായി ഭവിച്ചിരിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്നോട് എതിരിടുവാൻ ഈ 3 ലോകത്തിലും ഇനി ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും എന്നോട് യുദ്ധം ചെയ്യാൻ വരാത്തത് കൊണ്ട് ഈ കരങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ടാകാം ഈ കരങ്ങൾ എനിക്കൊരു ഭാരമായി തീരുന്നത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവന്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ മഹേശ്വരൻ അരുളി ചെയ്യുകയാണ്, അല്ലയോ ബാണ, നീ പേടിക്കണ്ട. നിന്റെ അഹങ്കാരം അടക്കുവാൻ ഒരിക്കൽ ഒരു മഹാപുരുഷൻ ഇവിടെ വരിക തന്നെ ചെയ്യും. നിനക്ക് ഭാരമെന്ന് തോന്നുന്ന ഈ 1000 കൈകളും അദ്ദേഹം വെട്ടിമുറിക്കും. നിന്റെ കൊടിമരം ഒടിയുന്ന ദിവസമായിരിക്കും അദ്ദേഹം ഇവിടെ വരുന്നത് എന്ന് പരമശിവൻ ഈ ബാണാസുരനോട് പറയുന്നു. ഉടനെ ഇവൻ പറയുകയാണ്, അല്ലയോ ഭഗവാനെ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അടിയന്റെ കരങ്ങൾ വെട്ടിമുറിക്കുവാൻ ഒരു മഹാപുരുഷൻ ഇവിടെ വരുമെന്നോ
അത്രയ്ക്ക് ശക്തനായ ഒരു പുരുഷൻ ഈ 3 ലോകത്തിൽ എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടോ? എന്നാൽ അതൊന്ന് കാണണമെന്ന് ഈ ബാണാസുരൻ പറയുകയും ചെയ്തു. അപ്പോൾ ബാണനെ നോക്കി പരമശിവൻ ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു. പക്ഷേ എങ്കിലും അന്നു മുതൽ അവൻ എന്നും തൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ താൻ നിർമ്മിച്ചു നിർത്തിയിരിക്കുന്ന ആ കൊടിമരം ഒടിയുന്നുണ്ടോ എന്ന് രഹസ്യമായി പരിശോധിച്ചു വന്നു. എങ്ങനെയെങ്കിലും ഇവന്റെ അഹങ്കാരം ഒന്ന് തീർക്കണമെന്ന് ശിവനും ആഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് കൃഷ്ണന്റെയും ശത്രുവായിരുന്നു ഈ ബാണാസുരൻ. കാരണം കൃഷ്ണനെതിരെയായി യുദ്ധം ചെയ്യുമ്പോൾ ജരാസന്ധനെ എപ്പോഴും സഹായിക്കാനായി ഈ ബാണൻ എന്ന അസുരൻ വരുമായിരുന്നു. പക്ഷേ ബാണാസുരനോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ കൃഷ്ണന് സാധിച്ചിരുന്നില്ല. കാരണം മഹാദേവനാണ് അവന് കാവൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള ബാണാസുരന്റെ ആ രാജധാനിയിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അതായത് ബാണന് ഉഷ എന്നു പേരുള്ള ഒരു പുത്രിയുണ്ട്. അവൾ കന്യകയാണ്, അതിസുന്ദരിയാണ്. തൻ്റെ പുത്രിക്ക് ശ്രേഷ്ഠനായ ഒരു ഭർത്താവിനെ കണ്ടുപിടിക്കണമെന്ന് ഈ മഹാബലിയുടെ പുത്രനായ ബാണൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഉഷ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭക്തിയോടുകൂടി ഗോപുരത്തിന്റെ ദ്വാരത്തിലെത്തും. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് മഹേശ്വരനെയും അംബികയെയും വന്ദിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അംബികയെ തൊഴുതുകൊണ്ട് ഈ ഉഷ പ്രാർത്ഥിക്കുകയാണ്. ദേവി ശൈലനന്ദിനി, ദേവിക്ക് പരമശിവൻ എന്നതുപോലെ അനുരൂപനായ ഒരു കാന്തൻ എനിക്കുമുണ്ടാകാൻ അവിടുന്ന് കനിഞ്ഞ് അനുഗ്രഹിക്കണമേ. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഉഷയുടെ പ്രാർത്ഥന അംബിക കേൾക്കുന്നു. ദേവി അനുഗ്രഹിക്കുന്നു ഉഷയെ. ബാലേ, നിന്റെ പ്രാർത്ഥനയിൽ ഞാൻ സംപ്രീതയായിരിക്കുന്നു. ഇന്നേക്ക് 3-ാം ദിവസം രാത്രിയിൽ അതിയോഗ്യനായ ഒരു യുവാവിനെ നീ സ്വപ്നത്തിൽ കാണും. അവൻ നിന്റെ ഭർത്താവായി വന്ന് നിന്നെ ആനന്ദിപ്പിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ അംബിക ഉഷയെ അനുഗ്രഹിക്കുന്നു. ഉഷ ശിവനെയും പാർവതിയെയും വന്ദിച്ചതിനു ശേഷം മടങ്ങിപ്പോവുകയും ചെയ്തു. അംബിക പറഞ്ഞതുപോലെ തന്നെ 3-ാം ദിവസം രാത്രിയിൽ ഉഷ ഉറങ്ങുന്ന സമയത്ത് അതിസുന്ദരനായ ഒരു യുവാവ് തൻ്റെ കൂടെ വന്നിരിക്കുന്നതായി ഉഷ സ്വപ്നം കാണുന്നു. ആ സ്വപ്നം കണ്ട് ഉഷ ഞെട്ടി ഉണരുകയാണ്. ഞെട്ടി ഉണർന്ന് തൻ്റെ അടുത്തിരിക്കുന്ന ആ യുവാവിനെ പുണരുവാൻ ഭാവിച്ചപ്പോൾ ആ യുവാവ് അപ്രത്യക്ഷനായിരിക്കുന്നു. അതോടുകൂടി ഉഷയ്ക്ക് വലിയ സങ്കടമായി, കരയാൻ തുടങ്ങി. ആ സമയത്ത് ബാണാസുരന്റെ മന്ത്രിയായ കുംഭാണ്ഡന്റെ പുത്രി ചിത്രലേഖ അവിടേക്ക് വരുന്നു. ചിത്രലേഖ ഉഷയുടെ തോഴിയാണ്. ചിത്രലേഖ ഉഷയുടെ തൊട്ടടുത്തു തന്നെയാണ് കിടന്നിരുന്നത്. രാജകുമാരിയുടെ കരച്ചിൽ കേട്ട് എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് എന്താണ് കാരണമെന്ന് ചോദിക്കുന്നു. താൻ സ്വപ്നം കണ്ട കാര്യമൊക്കെ ഉഷ ചിത്രലേഖയോട് പറയുന്നു. എന്നിട്ട് താൻ കണ്ട യുവാവിന്റെ രൂപമൊക്കെ കൃത്യമായി പറഞ്ഞു കേൾപ്പിക്കുന്നു. അങ്ങനെ വിരഹവേദനയോടുകൂടി ആ യുവാവിന്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ഉഷ കരഞ്ഞപ്പോൾ നന്നായി പടം വരയ്ക്കാൻ അറിയാവുന്ന ചിത്രലേഖ ഉഷ പറഞ്ഞതനുസരിച്ചിട്ട് മനസ്സിൽ ചിന്തിച്ചിട്ട് അവൾ പറഞ്ഞതുപോലെയുള്ള ആകൃതിയോട് കൂടിയ കുറെ രാജകുമാരന്മാരുടെ പടങ്ങൾ വരച്ചു കാണിക്കുന്ന പടങ്ങളൊന്നും ഇതല്ല എന്ന് ഉഷ പറയുകയും ചെയ്തു.
അങ്ങനെ ഏറ്റവും അവസാനം ഉഷ എന്തു ചെയ്യുകയാണ്? ഒരാളുടെ പടം വരയ്ക്കുന്നു. അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആണ്. ആ പടം കണ്ടപ്പോൾ ഉഷ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഇതുപോലൊക്കെ ഏകദേശം ഇരിക്കും, പക്ഷേ പ്രായം കൊണ്ട് ഇതല്ല, ഇങ്ങനെ പറയുകയാണ് ഉഷ. അപ്പോൾ ചിത്രലേഖയ്ക്ക് ധൈര്യമായി. പിന്നീട് പ്രദ്യുമ്നന്റെ ചിത്രം വരച്ചു കാണിക്കുന്നു. ഉഷ വീണ്ടും നോക്കി. ഇതുപോലൊക്കെ ഉണ്ട്, പക്ഷെ പൂർണ്ണമായും ഇതല്ല, സാമ്യമുണ്ട് എന്ന് പറയുന്നു. ഉടനെ ചിത്രലേഖ വീണ്ടും ഒരു പടം വരയ്ക്കുന്നു. അത് പ്രദ്യുമ്നന്റെ പുത്രനായ അനിരുദ്ധന്റെ പടമാണ്. അനിരുദ്ധന്റെ പടം കണ്ടപ്പോൾ ഉഷ കരയാൻ തുടങ്ങി. ഇത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. എന്നിട്ട് ആ പടം ചിത്രലേഖയുടെ അടുക്കൽ നിന്നും കയ്യിൽ നിന്നും തട്ടി മേടിക്കുന്നു. ധാരാളം പടങ്ങൾ സൂര്യവംശ രാജാക്കന്മാരുടെയും ചന്ദ്രവംശ രാജാക്കന്മാരുടെയും ഒക്കെ പടം വരച്ചു. പക്ഷെ അവസാനം വരച്ചു കാണിച്ചു ചിത്രലേഖ അനിരുദ്ധന്റെ പടം. അനിരുദ്ധൻ ആരാണ്? ശ്രീകൃഷ്ണപുത്രനായ പ്രദ്യുമ്നന്റെ മകൻ, അതായത് ശ്രീകൃഷ്ണന്റെ ചെറുമകൻ. ഉഷ ആ പടത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അത് കണ്ടിട്ട് ചിത്രലേഖ പറയുകയാണ്, രാജകുമാരി ഒന്നും വിഷമിക്കണ്ട, കാന്തന്റെ ചിത്രവും നോക്കി ആനന്ദിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കൂ. ഞാൻ കുമാരിയുടെ കാന്തനെ ഉടൻ തന്നെ ഇവിടെ കൊണ്ടുവരാം എന്ന് പറയുന്നു. ഈ ചിത്രലേഖയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. നന്നായി പടം വരയ്ക്കാൻ അറിയാം എന്നത് മാത്രമല്ല, ധാരാളം മായാവിദ്യകളും അറിയാം. അദൃശ്യയായി സഞ്ചരിക്കുവാനൊക്കെ അറിയാം. അങ്ങനെ അദൃശ്യയായി ചിത്രലേഖ എവിടെ എത്തിച്ചേരുന്നു? ദ്വാരകയിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് അനിരുദ്ധന്റെ കിടപ്പുമുറിയിൽ പ്രവേശിക്കുന്നു. ആ സമയത്ത് കിടന്നുറങ്ങുകയാണ് ആര്? അനിരുദ്ധൻ. അവിടെ നിന്നും ഈ അനിരുദ്ധനെ എടുത്തുകൊണ്ട് എവിടെ വരുന്നു? ബാണാസുരന്റെ കൊട്ടാരത്തിലെ ബാണന്റെ മകൾ ഉഷയുടെ മണിയറയിൽ കൊണ്ടുവന്ന് കിടത്തുന്നു. എന്നിട്ട് പറയുകയാണ്, ദ്വാരകാപതി ശ്രീകൃഷ്ണന്റെ പൗത്രനായ അനിരുദ്ധ കുമാരനാണ് ഈ യുവാവ്. ഈ രഹസ്യം കുമാരിയുടെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി. എപ്പോഴും ചില മുൻകരുതലുകൾ എടുക്കണം. അസുര രാജാവ് അറിഞ്ഞാൽ ആപത്താണ് എന്ന് ചിത്രലേഖ ഒരു മുന്നറിയിപ്പും ഉഷയ്ക്ക് കൊടുക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അനിരുദ്ധൻ ഉറക്കമുണരുന്നു. ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ തൻ്റെ മുറിയല്ല, തൻ്റെ തൊട്ടടുത്ത് അതിസുന്ദരിയായ ഒരു യുവതി ഇരിക്കുന്നതും അനിരുദ്ധൻ കാണുന്നു. അനിരുദ്ധന് അത്ഭുതമായി. ഉടൻ തന്നെ ഉഷ എല്ലാ കാര്യങ്ങളും അനിരുദ്ധനോട് പറയുന്നു. അന്നു മുതൽ സുന്ദരിയായ കാമുകിയും ഒരുമിച്ച് പല വിധത്തിലുള്ള ലീലകളുമൊക്കെ ആടി ആനന്ദിച്ചുകൊണ്ട് ബാഹ്യലോകവുമായി യാതൊരു സമ്പർക്കവുമില്ലാതെ അനിരുദ്ധൻ രഹസ്യമായി ഉഷയുടെ ഗൃഹത്തിൽ അങ്ങനെ കഴിയുകയാണ്. സ്നാനം, ഭക്ഷണം മുതലായ എല്ലാ ആവശ്യങ്ങളും ഉഷ വളരെ ശ്രദ്ധയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും നിർവഹിച്ചു കൊടുത്തു. എല്ലാം പരമരഹസ്യമായിട്ടാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അനിരുദ്ധൻ ഉഷയോട് പറയുകയാണ്, തൻ്റെ കയ്യിൽ ഒരായുധവുമില്ല, ഒരായുധവും എടുക്കാതെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. കാരണം എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ ആയുധങ്ങൾ വേണമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ കാര്യം ഉഷ ചിത്രലേഖയോട് പറയുകയും ചിത്രലേഖ കുറച്ച് ആയുധങ്ങൾ സമ്പാദിച്ച് ഉഷയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഉഷ ആ ആയുധങ്ങൾ അനിരുദ്ധന് കൊടുക്കുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവരങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ എത്ര കാലം കഴിഞ്ഞു? 3 മാസം കഴിഞ്ഞു. അങ്ങനെ ഉഷയുടെ ശരീരത്തിൽ ചില പ്രത്യേകതകളൊക്കെ കണ്ടു തുടങ്ങി. ഉഷയുടെ ആകപ്പാടെയുള്ള പെരുമാറ്റം, ശരീരത്തിലെ ചില മാറ്റങ്ങൾ, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ
അതുപോലെ തന്നെ ജോലിക്കാർ, ഇവരെല്ലാം ഒന്ന് സംശയത്തോടു കൂടി നോക്കുന്നു. അവർക്കൊക്കെ എന്തോ ഒരു സംശയം. ഒരു കന്യകാ ലക്ഷണമല്ല ഇപ്പോൾ കാണുന്നത് എന്ന നിലയിലൊക്കെ അവരങ്ങനെ സംസാരിക്കുന്നു. ഇവൾ ഗൂഢമായി ഏതോ പുരുഷനെ കൂടെ താമസിപ്പിക്കുന്നുണ്ട്, ലക്ഷണങ്ങൾ അങ്ങനെയാണ് കാണിക്കുന്നത്, ഒരു വ്യത്യാസം ഈ രാജകുമാരിക്ക് വന്നിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി. ഈ ലക്ഷണങ്ങൾ അവര് പരസ്പരം പറഞ്ഞ് ആരുടെ കർണങ്ങളിലും എത്തി, കാതുകളിലും എത്തി, ബാണാസുരന്റെ ചെവികളിലും എത്തി. അസുരന് വളരെയധികം ദേഷ്യമായി. അസുരൻ ഉഷയുടെ കാവൽക്കാരെ വിളിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അതോടുകൂടി കാവൽക്കാര് ഭയന്നിട്ട് സുന്ദരനായ ഒരു യുവാവിനെ രാജകുമാരിയുടെ മണിയറയിൽ ഇടയ്ക്കിടെ അടിയങ്ങൾ കാണാറുണ്ട്, കണ്ടതും കേട്ടതുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ ആപത്താകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതുവരെ ഞങ്ങൾ പറയാതിരുന്നത് എന്ന് ഈ കാവൽക്കാർ പറയുകയും ചെയ്തു. അതോടുകൂടി അസുരൻ പെട്ടെന്ന് തന്നെ ഉഷയുടെ ഗൃഹത്തിൽ ഒളിച്ചിരിക്കുന്ന ആ അധമനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ ഈ ഭടജനങ്ങളോട് ആജ്ഞാപിക്കുന്നു. അവര് ആയുധങ്ങളുമായി ഉഷയുടെ മണിയറയിൽ എത്തുകയും കന്യാഗ്രഹത്തിൽ എത്തുകയും അവിടെ പ്രവേശിച്ച് അനിരുദ്ധനുമായി യുദ്ധം ചെയ്യുകയും ചെയ്തു. അനിരുദ്ധൻ ഒറ്റയ്ക്ക് അവരോട് പോരാടി അവരെയെല്ലാം വധിക്കുകയും ചെയ്തു. അങ്ങനെ ഭടന്മാരെല്ലാം വധിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ബാണൻ എന്ന അസുരൻ സമർത്ഥരായ ചില യോദ്ധാക്കളും ഒരുമിച്ച് ഉഷയുടെ അന്തഃപുരത്തിൽ കടന്ന് അനിരുദ്ധനുമായി യുദ്ധം ആരംഭിക്കുന്നു. വളരെ നേരം യുദ്ധം ചെയ്തിട്ടും അനിരുദ്ധനെ തോൽപ്പിക്കുവാൻ ബാണാസുരനും കൂട്ടുകാർക്കും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒടുവിൽ കപടമായ മായായുദ്ധം ആരംഭിക്കുന്നു. ആ മായായുദ്ധം ചെയ്തിട്ട് നാഗപാശത്താൽ അനിരുദ്ധനെ ബാണാസുരൻ ബന്ധിക്കുന്നു. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ഉഷ അച്ഛന്റെ അടുക്കലേക്ക് വന്നിട്ട് എല്ലാ അപരാധവും എന്റെയാണ്, ഞാനാണ് ഇദ്ദേഹത്തെ ആളയച്ച് ഇവിടേക്ക് വരുത്തിയത്, അദ്ദേഹം നിരപരാധിയാണ്, അപരാധിയായ എന്നെ രക്ഷിക്കുകയും നിരപരാധിയായ അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്യുന്നത് മഹാബലി പുത്രന് നല്ലതല്ല എന്ന നിലയിലൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നു. പക്ഷെ മകളുടെ കരച്ചിലൊന്നും ബാണാസുരൻ കേട്ടില്ല. എന്നിട്ട് ഈ നാഗപാശം കൊണ്ട് ബന്ധിച്ച അനിരുദ്ധനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അനിരുദ്ധൻ പിതാമഹനായ ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിക്കുന്നു. അതിനുശേഷം ഗരുഡനെ ധ്യാനിക്കുന്നു. ആ സമയത്ത് ഗരുഡൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും നാഗപാശം കൊത്തി അഴിച്ചു കളയുകയും ചെയ്തു. ഈ സമയം ഊണും ഉറക്കവുമില്ലാതെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉഷ. ചിത്രലേഖയുടെ സഹായത്താൽ കാവൽക്കാരെ സ്വാധീനിച്ച് ഒരു ദിവസം രാത്രിയിൽ അവൾ കാരാഗ്രഹത്തിൽ ചെന്ന് തൻ്റെ പ്രിയതമനെ കണ്ട് അപേക്ഷിക്കുകയാണ്. പ്രഭു നാഥ, ഞാൻ അങ്ങയോട് ചെയ്ത അപരാധം അങ്ങ് ക്ഷമിച്ച് എനിക്ക് മാപ്പ് നൽകണം. ഒരു നല്ല കുതിരയെയും ആയുധങ്ങളെയും ഞാൻ അങ്ങേക്ക് നൽകാം. അങ്ങ് വേഗം തന്നെ കാരാഗ്രഹം വെടിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് പൊയ്ക്കൊള്ളുക. അതുമൂലം വരുന്ന ആപത്തുകൾ മുഴുവനും ഞാൻ സഹിച്ചു കൊള്ളാം. പോകൂ, എനിക്ക് വേണ്ടി അങ്ങ് പോകൂ എന്ന് കരഞ്ഞുകൊണ്ട് ഉഷ പറയുകയാണ്. നാഥേ, യദുകുലമണി ദീപമായ ശ്രീകൃഷ്ണന്റെ പൗത്രനാണ് ഞാൻ. ഒരു കള്ളനെ പോലെ കാരാഗ്രഹത്തിൽ നിന്നും ഒളിച്ചോടേണ്ടവനല്ല ഞാൻ. അത് എൻ്റെ പിതാമഹന് ആക്ഷേപമല്ലേ? നീ കരയാതിരിക്കൂ, പോകൂ. നിന്റെ കണ്ണുനീരു കാണാൻ ഞാൻ ശക്തനല്ല. എൻ്റെ പിതാമഹൻ വന്ന് എന്നെയും നിന്നെയും രക്ഷിക്കുക തന്നെ ചെയ്യും. നീ ധൈര്യമായി പോകൂ. ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. എത്രയും പെട്ടെന്ന് പൊയ്ക്കൊള്ളുക എന്ന് അനിരുദ്ധൻ ഉഷയോട് പറയുന്നു. അങ്ങനെ ഉഷ ഒരുവിധം സമാധാനപ്പെട്ട് തൻ്റെ
ശയനമുറിയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ മാസം 4 കഴിഞ്ഞിരിക്കുന്നു. ദ്വാരകയിൽ അനിരുദ്ധനെ കാണുന്നില്ല. ജനങ്ങൾ പരിഭ്രാന്തരായി. എന്ത് സംഭവിച്ചു എന്നും ആർക്കും അറിഞ്ഞുകൂടാ. അനിരുദ്ധന്റെ അമ്മ രുക്മാവതി എപ്പോഴും കരച്ചിലാണ്. രുക്മിണി സമാധാനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ രുക്മാവതിയുടെ കരച്ചിലിന് ഒരു ശമനവുമില്ല. അങ്ങനെ ഒരു ദിവസം നാരദൻ അവിടേക്ക് വരികയും അനിരുദ്ധനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുകയും ചെയ്തു. വിവരം കേട്ട് രോഷാകുലനായി കൃഷ്ണൻ സാത്യകി, പ്രദ്യുമ്നൻ, സാമ്പൻ തുടങ്ങിയവരോടും ബലരാമൻ പ്രത്യേകം ഒരു വലിയ യാദവ സൈന്യത്തോടും കൂടി ശോണിതപുരത്തേക്ക് യാത്ര തിരിക്കുന്നു. അന്ന് ഗോപുരത്തിലെ കൊടിമരം ഒടിഞ്ഞു വീണിരിക്കുന്നത് കാണുന്നു ബാണൻ. തന്നെ എതിർക്കുവാനുള്ള ആളുകൾ വരുന്നു എന്നറിഞ്ഞ ബാണനും സേനാസമൂഹവും യുദ്ധം ചെയ്യാനായി തയ്യാറായി കാത്തുനിന്നു. ചെന്നപാടെ ബാണപുരിയിലെ കോട്ടകളും കിടങ്ങുകളും ഗോപുരങ്ങളും ബലരാമന്റെ നേതൃത്വത്തിലുള്ള സേന തകർത്തു തരിപ്പണമാക്കി. തുടർന്ന് ബാണന്റെ അസുരപ്പടയും കൃഷ്ണന്റെ യാദവപ്പടയും തമ്മിൽ ഉഗ്രമായ പോരാട്ടവും ആരംഭിച്ചു. ശിവനും ശിവഭൂതങ്ങളും ബാണന്റെ വശത്തുനിന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ബ്രഹ്മദേവനും ദേവഗണങ്ങളും മഹർഷികളും ശങ്കര നാരായണ യുദ്ധം കാണുവാൻ ആകാശത്തു നിരന്ന് നിൽക്കുന്നു. ഒരാൾ തന്നെ മായയാൽ രണ്ടായി പിരിഞ്ഞ് യുദ്ധം ചെയ്യുന്നു. അതായത് ശിവനും വിഷ്ണുവും ഒന്നാണ്. അങ്ങനെയുള്ള ഒരാൾ അവര് രണ്ടായി പിരിഞ്ഞ് യുദ്ധം ചെയ്യുന്നു. അത് കണ്ട് ബ്രഹ്മദേവൻ പറയുകയാണ്, നാരായണ നാരായണ ശിവ ശിവ ഹരേ കൃഷ്ണ എന്ന് ബ്രഹ്മദേവൻ പോലും അങ്ങനെ ജപിച്ചു പോയി. ദിവ്യാസ്ത്രങ്ങളും മഹാസ്ത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചു. ബാണന്റെ മന്ത്രിമാരായ കുംഭാണ്ഡകനും അതുപോലെ തന്നെ കൂപകർണനും ഒക്കെ തന്നെ ബലരാമനോട് യുദ്ധം ചെയ്യുകയും അവരെ എല്ലാം ബലരാമൻ കലപ്പ കൊണ്ട് അടിച്ചു കൊല്ലുകയും ചെയ്തു. ബാണൻ സാത്യകിയുമായി യുദ്ധം ചെയ്യുന്നു. പ്രദ്യുമ്നനും സുബ്രഹ്മണ്യനും തമ്മിലാണ് യുദ്ധം. കൃഷ്ണൻ ശിവരുമായി യുദ്ധം ചെയ്യുന്നു. എന്താ കഥ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നുണ്ട് എങ്കിലും ആരുമാരും ജയിക്കുന്നുമില്ല, തോക്കുന്നുമില്ല. പ്രദ്യുമ്നന്റെ അസ്ത്രങ്ങളെ തടുക്കുവാൻ വയ്യാതെ മുരുകൻ പിന്തിരിഞ്ഞു. ശിവനും കൃഷ്ണനും തമ്മിൽ യുദ്ധം നടന്നു. പക്ഷെ അവിടെയും ആരും ജയിച്ചതുമില്ല, തോറ്റതുമില്ല. പിന്നീട് കൃഷ്ണനും ബാണാസുരനും തമ്മിലായി യുദ്ധം. ആ യുദ്ധത്തിൽ ബാണാസുരൻ പരാജയപ്പെടുകയാണ്. ആ സമയത്ത് ബാണാസുരനെ വധിക്കുവാനായി കൃഷ്ണൻ തുനിഞ്ഞപ്പോൾ അവിടേക്ക് ഒരു സ്ത്രീ പൂർണ്ണ നഗ്നയായി വരികയാണ്. പൂർണ്ണ നഗ്നയായി ഈ ബാണാസുരന്റെ മാതാവാണ് ഭഗവാന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. പൂർണ്ണ നഗ്നയായി നിന്നുകൊണ്ട് ഭഗവാനോട് പറയുകയാണ് തൻ്റെ മകനെ രക്ഷിക്കണമെന്ന്. നഗ്നയായ ഒരു സ്ത്രീ തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ ഭഗവാൻ അതോടുകൂടി പിന്തിരിയുകയാണ് ചെയ്തത്. കാരണം അങ്ങനെ ഒരു കാഴ്ച കാണാൻ ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. ആ സമയം നോക്കി ബാണൻ എന്ന അസുരൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞ ബാണന്റെ മാതാവ്, ആ മാതാവിൻ്റെ ഒരു മായാരൂപമായിരുന്നു അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അതും ഈ ബാണാസുരന്റെ ഒരു മായാവിദ്യയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് ആര്? പരമശിവൻ. അങ്ങനെ സ്തബ്ധനായി നിന്ന പരമശിവനിൽ നിന്നും അപ്പോൾ ഒരു ഉഗ്രമൂർത്തി പ്രത്യക്ഷപ്പെടുകയും ആ മൂർത്തി കൃഷ്ണന്റെ നേർക്ക് പാഞ്ഞടുക്കുകയും ചെയ്തു. കൃഷ്ണനും
അപ്പോൾ തന്നെ മറ്റൊരു മൂർത്തിയെ സൃഷ്ടിക്കുകയും പിന്നീട് അവർ രണ്ടുപേരും തമ്മിൽ യുദ്ധം ചെയ്യുകയും ചെയ്തു. ആ യുദ്ധത്തിൽ ശിവന്റെ മൂർത്തി പരാജയപ്പെടുകയും ഓടിപ്പോവുകയും ചെയ്തു. ഈ സമയം ബാണൻ എന്ന അസുരൻ ഓടി ഒളിച്ചിരുന്നു. അവൻ ഓടി ഒളിച്ച പ്രദേശത്തേക്ക്, ആ സ്ഥലത്തേക്ക് തന്റെ സുദർശന ചക്രവുമായി ശ്രീകൃഷ്ണൻ എത്തുകയാണ്. ചെന്തപാടെ അവനെ പിടിച്ചിട്ട് അവന്റെ 1000 കൈകളും തന്റെ സുദർശന ചക്രം കൊണ്ട് കൃഷ്ണൻ ഛേദിക്കുകയാണ്. ആ സമയം അവിടേക്ക് ശിവൻ എത്തിച്ചേരുന്നു. എന്നിട്ട് ശിവൻ കൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണ, അവനെ വധിക്കരുത്, അവൻ എൻ്റെ ഭക്തനാണ്. ആ നിലയിൽ അങ്ങയുടെയും ഭക്തനാണ് അവൻ. അഹങ്കാരം കൊണ്ട് അവൻ അന്ധനായി പോയി എങ്കിലും വിഷ്ണു ഭക്തനായ പ്രഹ്ലാദന്റെ വംശത്തിൽ പിറന്ന മഹാബലിയുടെ പുത്രനാണ് ഇവൻ. അങ്ങവന് മാപ്പ് കൊടുക്കണമെന്ന് ശിവൻ കൃഷ്ണനോട് പറയുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ലോകൈകനാഥനായ കൈലാസപദേ, അങ്ങയെ ഗോപുര കാവൽക്കാരനാക്കിയ ഈ അഹങ്കാരിക്ക് മാപ്പു നൽകണമെന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങയുടെ ഭക്തവാത്സല്യം കൊണ്ടാണ് അങ്ങ് ഇപ്രകാരം പറയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ വാക്ക് അനുസരിക്കുന്നു. അങ്ങയുടെ ഭക്തൻ എൻ്റെയും ഭക്തൻ തന്നെയാണ്. ഒന്നിനെ രണ്ടായി കണ്ട് ഒന്നിനെ പൂജിക്കുകയും മറ്റേതിനെ ദ്വേഷിക്കുകയും ചെയ്യുന്ന അഹങ്കാരിയായ അജ്ഞാനിക്ക് തോന്നുന്ന അഹങ്കാരമാണിത്. ഭക്തോത്തമന്മാരായ പ്രഹ്ലാദന്റെയും മഹാബലിയുടെയും വംശത്തിൽ ജനിച്ച ഒരു അസുരൻ, അസുരന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അസുരന്മാരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അങ്ങയെ ഗോപുര കാവൽക്കാരനാക്കാൻ മാത്രം ഇവൻ അഹങ്കാരിയായി തീർന്നപ്പോൾ അതടക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്നിട്ട് കൃഷ്ണൻ വീണ്ടും പറയുകയാണ്, ഇവന്റെ ഒരു ജ്യേഷ്ഠൻ വൃഷപർവാവ്, അദ്ദേഹത്തിന്റെ പുത്രിയായ ശർമ്മിഷ്ഠയിൽ കൂടിയാണ് പുരുവംശം വളരുന്നത്. ഇവന്റെ പുത്രി ഉഷയിൽ കൂടി യദുവംശവും വളരണം എന്നുള്ള ആഗ്രഹത്താലാണ് ഇവന്റെ പുത്രി എൻ്റെ പൗത്രനിൽ അനുരക്തയായത്. ഇതെല്ലാം അവിടുത്തേക്കും അറിയാമല്ലോ. ഇവന്റെ 1000 കൈകളും ഞാൻ മുറിച്ചു എങ്കിലും അങ്ങയുടെ ഭക്തൻ എന്ന നിലയിൽ 4 കൈകൾ ഞാൻ ഇവന് ദാനം ചെയ്യുന്നു. ഇവന്റെ അമിതമായ അഹങ്കാരം അടിച്ചമർത്താനാണ് കരങ്ങൾ ഞാൻ മുറിച്ചത്. ഇവന് 1000 കരങ്ങൾ നൽകിയത് ഞാനായ അവിടുന്ന് തന്നെയാണ്. ആ കരങ്ങൾ മൂലം ഇവന് അഹങ്കാരമുണ്ടായപ്പോൾ അവയെ നശിപ്പിക്കേണ്ടതും അങ്ങായ ഞാൻ തന്നെയാണ്. അത് ഞാൻ ചെയ്തു. ഇനി മേലാൽ അവിടുത്തെ ഇവൻ കാവൽക്കാരനാക്കരുത്. അവിടുന്ന് ഇവന്റെ ഗോപുരവാതിലിൽ കാവൽ നിൽക്കുന്നതും ഞാൻ നിരോധിച്ചിരിക്കുന്നു. ഭഗവാനെ അവിടുത്തെ കാവൽക്കാരനാക്കിയ ഇവൻ പരമദുഷ്ടനാണ് എന്ന് മുരളീധരൻ അരുളി ചെയ്തു. ഇത് കേട്ട് പരമശിവൻ കൃഷ്ണനെ വന്ദിക്കുന്നു. കൃഷ്ണൻ തിരിച്ചും വന്ദിക്കുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നിന്ന ബാണാസുരൻ അവന്റെ അഹങ്കാരം മുഴുവൻ നശിക്കുകയും അവൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് ക്ഷമ യാചിക്കുകയും ചെയ്തു. ബാണാസുരനെ പിടിച്ചു എഴുന്നേൽപ്പിച്ചിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ശ്രീകൃഷ്ണൻ നൽകുകയാണ്. ആ സമയത്ത് അംബികാസമേതനായി പരമശിവനും ബാണാസുരനെ അനുഗ്രഹിച്ചു. ആ സമയം ബാണാസുരന്റെ എല്ലാ അഹങ്കാരങ്ങളും നശിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് ബാണാസുരൻ കൊട്ടാരത്തിൽ പ്രവേശിച്ച് അനിരുദ്ധനെ മോചിപ്പിച്ചു. അതിനുശേഷം ഉഷയോടു കൂടി വന്ന് അനിരുദ്ധനെയും ഉഷയെയും ഭഗവാനെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും വീണ്ടും ക്ഷമയാചിക്കുകയാണ്. ജരാസന്ധന്റെ കൂടെ ചേർന്ന് കൃഷ്ണനോട് യുദ്ധം ചെയ്തതിനും ക്ഷമയാചിക്കുന്നു.
കൃഷ്ണൻ അതെല്ലാം ക്ഷമിച്ച് അനുഗ്രഹിക്കുന്നു. കന്യാധനമായി ധാരാളം രത്നങ്ങളും സമ്പത്തുകളും എല്ലാം സന്തോഷത്തോടു കൂടി ബാണൻ നൽകുകയും അവയെല്ലാം സ്വീകരിച്ച് കൃഷ്ണൻ എല്ലാവരോടും കൂടി ദ്വാരകയിൽ എത്തിച്ചേരുകയും ദ്വാരകയിൽ വെച്ച് ഉഷയുടെയും അനിരുദ്ധന്റെയും വിവാഹം നടത്തുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചെറുമകന്റെ വിവാഹമാണ് ഇവിടെ നടന്നത്. അതിനേക്കാൾ ഏറെയായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളോട് എല്ലാ മനുഷ്യരും പറയും, പലരും പറയും, ശിവക്ഷേത്രത്തിൽ പോയിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, ഒരേ സമയം നെറ്റിക്ക് ഭസ്മവും ചന്ദനവും തൊടാൻ പാടില്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ശ്രീകണ്ഠേശ്വരത്ത് വരാൻ പാടില്ല, ഏകാദശി എടുക്കുന്ന മനുഷ്യര് പ്രദോഷം എടുക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയും അല്ലേ? വലിയ ആചാര്യന്മാരൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഭാഗവതത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങയുടെ ഭക്തൻ എന്റെയും ഭക്തനാണ്, ഞാൻ തന്നെയാണ് അവിടുന്ന്. അങ്ങയെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവനെ ശിക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്, നമ്മൾ ഒന്നു തന്നെയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെയാണ് പല ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരും നമ്മളോട് പറയുന്നത് ഒരേ സമയം ഏകാദശിയും പ്രദോഷവും എടുക്കരുത്, ഭസ്മവും ചന്ദനവും ഒരുമിച്ച് നെറ്റിയിൽ തൊടരുത്, ശ്രീകണ്ഠേശ്വരത്ത് പോയാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകരുത്. ഇത്ര മനുഷ്യരാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഭാഗവതം എടുത്ത് ഇങ്ങനെയൊന്ന് വായിക്കും. അജ്ഞത കൊണ്ടാണ് മനുഷ്യൻ ഇപ്രകാരം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരം ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. ആ പുസ്തകങ്ങളിൽ കൂടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും, എല്ലാ സംശയങ്ങൾക്കും ഉത്തരവും ഉണ്ടാകും. നാമം ജപിക്കുക, ഭഗവാനെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.